എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു കോക്കനട്ട് ലഡു റെസിപ്പിയാണ്. വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതൊന്ന് ഉരുക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ മട്ട അരി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തതാണ്. അതൊരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ടൊന്ന് അരി പൊട്ടി വരും. ആ ഒരു പൊട്ടി വരുന്ന ഭാഗമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ കളർ ചേഞ്ച് ആയിട്ട് വരും. ഞാനിപ്പോൾ മട്ട അരിയാണ് എടുത്തത്. നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഒന്ന് വാർത്ത് വെക്കണം. അതിന് ശേഷമാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇതൊരു തേങ്ങയാണ്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളൊരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയെടുത്തതാണ്. അത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വരണം. കളറൊന്നും മാറാതെ ഒന്ന് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. തേങ്ങൻ്റെ വെള്ളം വറ്റുന്നത് ശരിക്കും നല്ല സ്ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം. 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ അത് റെഡിയായി കിട്ടും. അതിന് ശേഷം മാത്രമേ ശർക്കര ഒഴിക്കാവൂ. തേങ്ങ കളറ് മാറുകയും ചെയ്യരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് നമ്മൾ വിളയിച്ചൊക്കെ എടുക്കുന്ന പോലെ ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളം വറ്റണം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നെയ്യാണ്. നല്ല മണവും നല്ല രുചിയൊക്കെയുള്ള നെയ്യാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം. ഞാൻ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസിൽ ചേർക്കുന്നുണ്ട്, അരിയൊക്കെ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ഉരുട്ടിയെടുത്താലും നല്ല ടേസ്റ്റാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പ് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. അല്ലാതെ ശർക്കരയും തേങ്ങയും മാത്രം ഉരുട്ടിയെടുത്താലും നല്ല ടേസ്റ്റാണ്. ഏലക്കായും നെയ്യും അതും 4 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. നന്നായിട്ട് വെള്ളം തന്നെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നോക്കി കഴിയുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരി ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നേ ഫൈനായിട്ടല്ല പൊടിച്ചത്, കുറച്ചൊന്ന് കടിക്കുന്ന രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ടും മിക്സായി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. ആകെ നമ്മൾ 1.5 ടേബിൾ സ്പൂണാണ് നെയ്യ് ചേർത്തിട്ടുള്ളത്. നെയ്യിൻ്റെ അളവൊക്കെ കുറച്ച് കുറഞ്ഞാലും കൂടിയാലും ഒന്നും കുഴപ്പമില്ല. നന്നായിട്ടൊന്നും കൂടി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫാക്കി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഞാൻ ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതാണ്. ഇത് നന്നായി ചൂടാറണ്ട, കൈകൊണ്ട് ഉരുട്ടാനുള്ളൊരു പാകമാകുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത്രേ പണിയുള്ളൂ. നമ്മുടെ കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു മാസം വരെയൊക്കെ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് ടിന്നിലിട്ട് വെച്ചാൽ നിൽക്കുന്നുണ്ട്. ഞാനൊരു മാസം വരെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റെസിപ്പി കുറച്ച് പേർക്കൊക്കെ ഒന്ന് അറിയുന്നുണ്ടാവും. അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഇത് വാഴയില വാട്ടിയിട്ട് വേണമെങ്കിൽ നമുക്കതിൽ ഇതുപോലെ പൊതിഞ്ഞെടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.